welcome to Anu's Kitchen. ഇന്ന് നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. ഞാൻ ഇതിനു മുന്നേ സാമ്പാറിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. പക്ഷേ അത് സാമ്പാർ പൊടി ചേർത്തിട്ട് തയ്യാറാക്കുന്നതായിരുന്നു. അപ്പോൾ എന്നോട് കുറച്ച് പേര് പൊടി ചേർക്കാതെയുള്ള സാമ്പാറിന്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് സാമ്പാർ പൊടി ചേർക്കാതെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള തോരൻ പരിപ്പ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. ഞാനിവിടെ 1/4 കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ പരിപ്പ് നമുക്ക് കുതിർക്കാതെയും വേവിക്കാം. പക്ഷേ ഇത് പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സാമ്പാർ ആയതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം 2-3 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ പരിപ്പ് ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇതൊരു 10 മിനിറ്റ് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഈ പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കാനുള്ള തക്കാളിയും സവോളയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. പരിപ്പിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ സവോളയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട്. സാമ്പാറിൽ എപ്പോഴും നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. പക്ഷേ സവോളയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ഉള്ളി വൃത്തിയാക്കാനൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. അപ്പോൾ ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഈ സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 ചെറിയ ഉള്ളി വൃത്തിയാക്കി എടുത്താൽ മതി. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ സവോളയും തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 10 മിനിറ്റ് മുന്നേ കുതിരാനായിട്ട് വെച്ച പരിപ്പാണ്. ഇതിന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് പരിപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തക്കാളിയും സവോളയും ചേർക്കാം. ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കണം. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ എരിവ് കാണത്തില്ല. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇതിന് പകരം ഉലുവ പൊടി എടുത്താലും മതി. അതാണെങ്കിലും 1/4 ടീസ്പൂൺ തന്നെ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കായമാണ്. ഞാനിവിടെ കട്ടി കായം എടുത്തിട്ടുള്ളത്. കട്ടി കായം ആകുമ്പോൾ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ 3-4 പീസൊക്കെ ആയിട്ടിരിക്കുന്നത്. സാമ്പാറിലും രസത്തിലും ഒക്കെ എപ്പോഴും നമ്മൾ കായത്തിൻ്റെ പൊടി ചേർക്കുന്നതിനേക്കാളും ഫ്ലേവർ കൂടുതൽ കട്ടിക്കായം ചേർക്കുമ്പോഴാണ്. പക്ഷേ നിങ്ങൾ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ കായത്തിൻ്റെ പൊടി ചേർത്താലും മതി. അപ്പോൾ ഇത്രയും കായാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഒരു 2 വലിയ പീസും 2 ചെറിയ പീസും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, പൊട്ടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഈ ഒരു കണക്കിന് ചേർക്കാം. അപ്പോൾ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കണം. ഞാൻ ഇതിനകത്തേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതിന് നമുക്ക് കുക്കർ അടച്ച് വേവിക്കണം. ഈ പരിപ്പ് നമ്മൾ കുറച്ച് നേരം കുതിർത്ത് വെച്ചിരുന്നത് കൊണ്ട് ആദ്യം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 1 വിസിലും പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ട് 4 വിസിലും വേവിക്കുമ്പോൾ പരിപ്പ് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ പരിപ്പ് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ ഒത്തിരി പച്ചക്കറി ഒന്നും ചേർക്കുന്നില്ല. വെണ്ടയ്ക്ക, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 5 വെണ്ടയ്ക്ക, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ് ഇത്രയാണ്. പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവോള. അപ്പോൾ ഇതെല്ലാം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. പച്ചക്കറിയെല്ലാം കുറച്ച് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 2 പച്ചമുളകും വേണം. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചേർക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് നേരത്തെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അധികം എരിവ് വരത്തില്ല. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളംപുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കാം. പിന്നെ എനിക്കിവിടെ കിട്ടുന്ന പുളി നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ജ്യൂസ് നല്ലതായിട്ട് വരും. പക്ഷെ നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്ന പുളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെ പിഴിയുമ്പോൾ നല്ലതായിട്ട് ആ ജ്യൂസ് വരത്തുള്ളൂ.
പിന്നെ അതുപോലെ തന്നെ സാമ്പാറിന് എത്ര പുളി വേണമെന്നനുസരിച്ച് ഇതിൻ്റെ അളവ് നിങ്ങൾ കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കണം. പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കളയണം. അതിൻ്റെ ജ്യൂസ് മാത്രം നമ്മൾ സാമ്പാറിലോട്ട് ചേർത്താൽ മതി. പരിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സാമ്പാറിൽ ഈ പരിപ്പിൻ്റെ കൂടെ തക്കാളിയും ഉള്ളിയും ഒക്കെ വെന്ത് ചേരുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചക്കറികൾ ചേർക്കാം. കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിക്കുവാണ്. നിങ്ങൾ ആദ്യം പരിപ്പ് വെന്ത് കഴിഞ്ഞിട്ട് കുക്കർ തുറക്കുമ്പോൾ എത്ര വെള്ളം ഉണ്ടെന്ന് നോക്കുക. അതനുസരിച്ച് വേണം പിന്നെ വെള്ളം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ പുളിയുടെ വെള്ളം കൂടി ഒഴിക്കുവാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ട്. അപ്പോൾ അതും കൂടി കണക്കാക്കിയിട്ട് വേണം ആദ്യം വെള്ളം ഒഴിക്കാൻ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി. അപ്പോഴേക്കും പച്ചക്കറികളൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പം നമ്മൾ പരിപ്പും പച്ചക്കറികളും കൂടി ചേർത്തിട്ട് ഒരു വിസിൽ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഈ സാമ്പാറിൽ താളിക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവണം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഒരു നുള്ള ഉലുവ ചേർക്കുക. അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ജീരകം, 2 വറ്റൽമുളക് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇതിന് തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. കരിഞ്ഞു പോകരുത്. നമ്മൾ ചേർത്ത ജീരകവും വറ്റൽമുളകും ഒക്കെ മൂക്കുമ്പോൾ ഒരു നല്ലൊരു മണം വരുമല്ലോ, അതുവരെ ഇത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ജീരകമൊക്കെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയാണ്. അപ്പോൾ പൊടികൾ കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കുമ്പോൾ ആ പൊടികൾ മൂത്ത നല്ലൊരു മണം വരും. ഇതിങ്ങനെ താളിച്ച് ചേർക്കുമ്പോൾ സാമ്പാറിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അതിൽ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ ഇത് മതിയാവും. പൊടികൾ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഈ സാമ്പാർ റെഡിയായി കഴിയുമ്പോൾ നമുക്ക് ഈ താളിച്ചത് അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കഷ്ണങ്ങളെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. സാമ്പാറിൽ കിടക്കുന്ന പച്ചക്കറികൾ ഒത്തിരി അങ്ങ് വെന്ത ഉടഞ്ഞു പോകരുത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വിസിൽ മാത്രം വേവിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പാർ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി കുറുകും. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ആദ്യം നമ്മൾ തയ്യാറാക്കി വെക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ താളിച്ചത് ഒഴിക്കുന്ന സമയത്ത് സ്റ്റൗ ഒന്നും കൂടി ഓൺ ചെയ്യുക. എന്നിട്ട് ഒരു തവണ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഈ താളിച്ച് ചേർത്ത സാധനങ്ങളുടെ ഫ്ലേവറൊക്കെ സാമ്പാറിലോട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതൊഴിച്ചു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ തയ്യാറാക്കിയതാണ്. വളരെ ടേസ്റ്റിയാണ്. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഈ സാമ്പാറിൽ നമ്മൾ സവോളയാണ് ഉപയോഗിച്ചത്. കുറച്ച് പച്ചക്കറികളെ ചേർത്തിട്ടുള്ളൂ. പിന്നെ കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. ഞാൻ ഇന്നലെ ഒരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സാമ്പാറും ആ ഫിഷ് ഫ്രൈയും ചേർത്ത് ചോറ് കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് എനോസ് കിച്ചൺ.